ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. സക്സസ്, suppression, letting go, mind, abundance, moment to moment. ബോട്ടം വന്നിട്ടുള്ളത് കറേജ് ആണ്. ഇതിൽ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് സക്സസ് ആണ്. അപ്പോൾ ഇതിൽ ഇന്ന് ആത്മവിശ്വാസം വളരെ കൂടുന്നൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ നമുക്ക് ഇന്ന് എത്ര വിജയം വന്നാലും അതിൽ നിങ്ങൾ ഒരുപാട് അഹങ്കരിക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് വിജയം വരാം, നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നമ്മൾ വിചാരിച്ചതൊക്കെ അതുപോലെ തന്നെ സംഭവിക്കാം. നമ്മൾ പാസ്റ്റിൽ സ്വപ്നം കണ്ടതൊക്കെ നമുക്ക് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നൊരു തോന്നൽ നമുക്ക് വന്നേക്കാം. പക്ഷേ ആ ഒരു നമ്മൾ വിചാരിക്കുന്ന കാര്യമൊക്കെ വിചാരിക്കുന്നത് പോലെയാണ്, നമ്മളുടെ വഴിയിലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു ഒരു അഹങ്കാരം അതൊരിക്കലും ഉണ്ടാകരുത് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വിജയം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ സഹായിക്കും. പക്ഷേ അത് നിങ്ങളുടെ ആ വഴിയിലെ ഒരു കാര്യം മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ് ഇന്നത്തെ ഒരു വിജയം. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഈഗോ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം നിങ്ങളുടെ മുന്നിൽ വരുന്നൊരു സമയമാണ്. അപ്പം അത് നമ്മൾ വളരും തോറും നമ്മൾ എളുമത്തം കൂടുതൽ ഉണ്ടാകേണ്ട ഒരു സമയമാണ് എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. പിന്നെ സപ്രഷനാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറേ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് വെച്ചിരിക്കുന്ന കുറേ വികാരങ്ങളുള്ള മനുഷ്യരാണെന്നാണ് കാണുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റാതെ എത്ര വിജയമുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ജീവിതത്തിൽ. ചിലപ്പോൾ നമുക്ക് നല്ല ജോലി ഉണ്ടാകാം, നല്ല സാലറി ഉണ്ടാകാം, പിന്നെ പൈസ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കതൊന്നും ഉപയോഗിക്കാൻ പറ്റണില്ല. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഈ പുറത്ത് ഞാൻ ഭയങ്കര ശക്തനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു വലിയ ആളാണെന്നൊക്കെ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുമെങ്കിലും അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സപ്രസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ നല്ല കപ്പിൾസ് ആയിരിക്കാം, നല്ലൊരു മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തൃപ്തിയേ ഇല്ല എന്നാണ് കാണുന്നത് കേട്ടോ. ഒട്ടും തൃപ്തിയില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. കുറേ ആൾക്കാർ, ഇപ്പം എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷേ ഒരുപാട് ആൾക്കാർ അങ്ങനെയാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ എല്ലാം ഉണ്ട്, നല്ല ജോലിയും നല്ല ഫാമിലി ലൈഫും നല്ല കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ, നമ്മളോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാതെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കാം. നമുക്കിഷ്ടമല്ല, പക്ഷെ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നമ്മളുടേതായ ആ ഒരു യഥാർത്ഥത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള പല വികാരങ്ങൾ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ അങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. ഇതിൽ
ഒരു സഫർ ചെയ്യുന്ന ഒരു മനോഭാവമുള്ള ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു അങ്ങനെയുള്ള ആ ഒരു ഇത് വേണ്ടതാണ് കാണുന്നത്. നമ്മളായിട്ട് ജീവിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ ഇത്രയും അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കൂടി നല്ലതായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് തന്നെ ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈഗോ വേണ്ട. നമുക്ക് എവിടെയെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ആ സഹായം നമ്മൾ സ്വീകരിക്കുക, ചോദിക്കുക. സഹായം ചോദിക്കേണ്ടിടത്ത് നമ്മൾ സഹായം ചോദിക്കുക, സ്വീകരിക്കേണ്ട സഹായം നമ്മൾ സ്വീകരിക്കുക. ലെറ്റിംഗ് ഗോയാണ്. അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആ പഴയ ആ ഒരു രൂപത്തിൽ നിന്ന് നമ്മൾ പുതിയ ഒരാളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കുക. അല്ല, അത് ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും, ഒരു വേദനയായിരിക്കാം, ഒരു സൗഹൃദമായിരിക്കാം, അല്ലെങ്കിൽ പഴയ നമ്മളുടെ ഒരു തോട്ട് പാറ്റേൺ ആയിരിക്കാം. അപ്പോൾ ഉപകാരമില്ലാത്ത എന്തോ ഒരു കാര്യം, ആ ഒരു കാര്യം നമ്മളോട് വിട്ടുകളയാനാണ് ഡിവൈൻ പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ചില വ്യക്തികളായിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ, നമ്മൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. വിട്ടുകളയേണ്ടത് വിട്ടുകളയുക തന്നെ വേണം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വാതിലുകൾ തുറക്കുകയുള്ളൂ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിയുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. പിന്നെ മൈൻഡാണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ തന്നെ ഒരു തടവറ ഉണ്ടാക്കി അതിനകത്തിട്ടിരിക്കുന്നു എന്നുള്ളത്, നിങ്ങളെ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കുറേ ചിന്തകളിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പലപ്പോഴും ഇത് യാഥാർത്ഥ്യത്തിലുള്ള കാര്യങ്ങളല്ല. ഒരു ചെറിയൊരു ത്രെഡ് ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ വലിയൊരു സ്റ്റോറി ആക്കുന്നു നമ്മളെ മനസ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അനാവശ്യമായ ചിന്തകളിൽ പെട്ട് പോകാതിരിക്കണം. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് വിഷമിച്ച് അതെന്താവും ഇതെന്താവും, എൻ്റെ ജീവിതം ഇനി ഫ്യൂച്ചറിൽ എന്താവും, കുട്ടികളുടെ ജീവിതം എന്താവും, നാളത്തെ ജോലി, ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടെന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഈ പ്രസൻറ്റിൽ ജീവിക്കണം എന്നാണ്. നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശരിക്കും കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്നാൽ നിങ്ങൾക്ക് വരേണ്ടതൊക്കെയും വന്നോളും എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ വരേണ്ടത് അതൊക്കെ നിങ്ങളിലേക്ക് വന്നോളും. മനസ്സിനെ ഇങ്ങനെ കെട്ടഴിച്ച് വിടാതിരിക്കുക. ആവശ്യമില്ലാത്ത ഇങ്ങനെ മനസ്സ് വേണ്ടാത്ത കുറേ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതിലേക്ക് പോകാതിരിക്കുക. അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാണ് കാണുന്നത്. ഇത് അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ റിസീവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നത്. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ വയ്ക്കുകയും വിട്ടുകളയേണ്ടാത്ത കുറേ കാര്യങ്ങൾ വിട്ടുകളയാതെ ഹോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പല വാതിലുകളും അടഞ്ഞു പോയി എന്ന് തോന്നണം, അല്ലെങ്കിൽ വാതിലുകൾ തുറക്കാത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ആവശ്യമില്ലാത്തതൊക്കെ വിട്ടുകളയുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ഒരുപാട് നിങ്ങളുടെ മുന്നിലുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പം ഇന്ന് ചിലപ്പോൾ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു പ്രോജക്റ്റ് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാവട്ടെ, ഒരു ആശയമാകാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്നതാകാം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ സന്തോഷിപ്പിക്കുന്നതാണ് കാണുന്നത്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക.
മൊമെൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഇന്നത്തെ ഒരു മെസ്സേജ് പോലും പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ പാസ്റ്റിൽ ഇരിക്കേണ്ട, ഫ്യൂച്ചറിലേക്ക് പോകണ്ട. അപ്പം നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു ഭയത്തിലും പിന്നെ പാസ്റ്റിനെ കുറിച്ചുള്ള ആ ഒരു വേദനയിലും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം ഇപ്പോഴത്തെ ഈ സന്തോഷങ്ങൾ, പ്രസന്റ് മൊമെന്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിച്ചാൽ നമുക്ക് ഈ പ്രസന്റ് മൊമെന്റിൽ ഒത്തിരി ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും കാണൂല. പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുമ്പോഴാണ് അവരങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ, എന്തിനാണ് എന്നോട് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് ഇതൊക്കെ പോയത്, ഇത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലും സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല. ഒരു നല്ല കാര്യം വന്നാലും നമ്മൾ ഡൗട്ട്ഫുൾ ആവും, ഇതും പഴയ പോലെ തന്നെ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. ഈ ഒരു ദിവസത്തെ എനർജിയിൽ മാത്രം നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ഓരോ തീരുമാനവും വളരെ ശാന്തമായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ ഈ മൊമെന്റിൽ ഇരിക്കണം. നമ്മൾ പാസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ തീരുമാനം എടുക്കരുത്. ഫ്യൂച്ചറിലേക്ക് പോയിട്ടും ആ ഒരു ആകുലതയിലും ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കരുത്. പ്രസന്റ് മൊമെന്റിൽ ഈ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി ശാന്തമായി ഇരുന്നാൽ മാത്രമേ ഇന്നത്തെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ സമയവും നമ്മൾ ഈ ഒരു മൊമെന്റിലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു മൊമെന്റിലായിരുന്നാൽ മാത്രമേ നമുക്ക് ഓരോ ചുവടും ശ്രദ്ധയോടെ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ബോട്ടം എനർജി കറേജാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പാറ പൊട്ടിച്ച് പാറയ്ക്കകത്ത് നിന്ന് ഒരു വിത്തൊരു വളർന്നൊരു പൂവുണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി സത്യം എത്ര മൂടി വെച്ചാലും അതൊരു നാൾ പുറത്തു വരും. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്ന ഗോസിപ്പോ നമ്മളെക്കുറിച്ച് മറ്റാൾക്കാർ തെറ്റിദ്ധരിച്ചിരുന്നതോ നമ്മളെ ഒരുപാട് വേദനിച്ചിരുന്നതോ ആയ ഒരു സത്യം ഇന്ന് പുറത്തു വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം സത്യത്തെ മാത്രം മൂടി വയ്ക്കാൻ പറ്റൂല, ആര് വിചാരിച്ചാലും പറ്റൂല. അപ്പോൾ അത് എന്നായാലും സത്യമാണ്, നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരും എന്നുള്ളതാണ്. അപ്പം ഇന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഒരു സത്യം പുറത്തു വരുന്നൊരു ദിവസമാണ്. മാത്രമല്ല ചിലപ്പോൾ ഇത് നിങ്ങൾ മറ്റൊരാളിനെ കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന ഒരു കാര്യം പുറത്തു വരുന്നതും ആകാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ധൈര്യമായിട്ടൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഒരു തീരുമാനമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു സത്യം പറയേണ്ടതായിരിക്കാം. അത് കുറച്ച് ധൈര്യം വേണം. അപ്പോൾ ഇതിനകത്ത് കറേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു സത്യം പറയാനുള്ള ഒരു ധൈര്യം ഇന്നുണ്ടാവണം എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കാം. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഒരു നല്ല ധൈര്യം വേണമായിരിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതും ആവാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ കൊണ്ട് ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂലെന്ന്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളെ കൊണ്ട് ആ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വിജയമാണുള്ളത്, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങൾ വിട്ടുകളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാകൂ എന്നാണ് ഇന്നത്തെ മെസ്സേജ് പറയുന്നത്. നമുക്ക് നോക്കാം. മഷ്റൂമാണ്. റീസൈക്ലിംഗ്, ബ്രേക്കിംഗ് ഡൗൺ പ്രോബ്ലംസ്. അപ്പോൾ ഈ പഴയവ നശിച്ച് പുതിയതുണ്ടാകുന്ന ഒരു എനർജിയാണ് കേട്ടോ. മഷ്റൂം അങ്ങനെയാണല്ലോ, നമ്മൾ അഴുകിയ ആ ഒരു ജീർണമായ വസ്തുക്കളിൽ നിന്നാണ് മഷ്റൂം ഉണ്ടാകുന്നത്. അതുപോലെ അത് ഒരു വസ്തു അഴുകിയില്ലാതായാണ് വേറൊരു കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന് നശിച്ചാലേ മറ്റൊന്ന് ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഒന്ന് നിങ്ങൾ ഉപയോഗിച്ചിരുന്നതോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതോ ആയ എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം കിട്ടിയെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ അതേ രൂപത്തിൽ തിരിച്ചു വരണം എന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കുള്ളൊരു അനുഗ്രഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇതിൽ തന്നെ വരണം എന്നില്ല. പക്ഷേ പുതിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. റീസൈക്ലിംഗ് ആണ് അത്. നമ്മൾ വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ
പഴയ പല പ്രശ്നങ്ങളും ഈ ഒരു സമയം പോകുന്നുണ്ടായിരിക്കാം. പോയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് വേറൊരു രൂപത്തിൽ അനുഗ്രഹങ്ങളായിട്ട് വരുന്നുണ്ടായിരിക്കാം. നിങ്ങളെ പ്രശ്നങ്ങൾ, അപ്പോൾ ഇപ്പം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾക്കൊരു അനുഗ്രഹം, ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് പോയപ്പോൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് ഇപ്പം അത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതൊരു അനുഗ്രഹമായിരുന്നു. നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു വേദന, നിങ്ങൾ ഒരുപാട് കാലം അനുഭവിച്ചിരുന്ന ഒരു വേദന ഈ ഒരു സമയം നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.